മലയാളത്തിന്റെ പീക്ക് ജെൻസിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തമാശകളൊക്കെയാണ്. ഏലിയന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഏലിയന്റെ ലുക്ക് ആണെങ്കിലും ഒന്നും നമുക്ക് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലീഷേ ആവറേജ് ഒരു സാധനമാണ്. കാരണം ഫാന്റസി ഏലിയൻ പരിപാടികളൊക്കെ ആയിട്ട് മലയാളത്തിൽ നിന്ന് ഒരു സൈഫൈ മൂവി കൂടി റിലീസിന് എത്തിയിട്ടുണ്ട്. നീരജ് മാധവൻ, അൽത്താഫ് സലീം എന്നിവർ മെയിൻ റോൾസിൽ എത്തുന്ന പ്ലൂട്ടോ. അപ്പോൾ കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെയുണ്ടായിരുന്നു റിവ്യൂ ചോദിച്ചു നോക്കാം. പ്ലൂട്ടോ കണ്ടവർ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമന്റ് ചെയ്തേക്കുക. നേരെ പ്ലൂട്ടോ റിവ്യൂലേക്ക്. വെറൈറ്റി പടമാണോ ഏലിയനും? വെറൈറ്റി പടം പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷേ ആ വെറൈറ്റി കൺസെപ്റ്റായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ ശോകമായിപ്പോയി. ലാസ്റ്റ് 10 മിനിറ്റ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ സംവിധാനം പഠിച്ചതുപോലെ തോന്നി. ബാക്കി തുടക്കം തൊട്ട് അവസാനം വരെ വളരെ ശോകമായിരുന്നു. ലൈഫുള്ള ഹ്യൂമറൊക്കെ കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് തമാശകൾ, ജെൻസിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത തമാശകളൊക്കെയാണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ അത് ഫലിപ്പിക്കാൻ പറ്റിയില്ല. വർക്കാവൂല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം മലയാളത്തിൽ ഈ ഒരു മോഡല് സംഭവം ഒന്നും കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ഒരു അടുത്തൊരു ലെവലായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ക്ലീഷേ ആവറേജ് ഒരു സാധനമാണ്. കാരണം സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ വില വേണമായിരുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് സ്ക്രിപ്റ്റ് ഒന്ന് ബലം ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു ലെവൽ പരിപാടി തന്നെ കൺസെപ്റ്റ്. അതായത് മലയാളത്തിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെ വെറുപ്പിച്ചിട്ടില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് സാധനം. പക്ഷേ ഇപ്പം നീരജ് മാധവന്റെ സ്ഥാനത്ത് കുറച്ചും കൂടെ ഒന്ന് ലീഡായിട്ട് നിൽക്കുന്ന ഒരു നടൻ, കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവൽ നിൽക്കുന്ന ഒരു നടനും അതുപോലെ സ്ക്രിപ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് ആക്കിയിരുന്നെങ്കിൽ ഇത് അന്യായ ലെവൽ പോകുമായിരുന്നു. ഇതിപ്പോൾ നോർമൽ മോശമല്ലാത്തൊരു ആവറേജ് പടം, അത്രേ പറയാനുള്ളൂ. കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താണ് സ്ക്രിപ്റ്റ് ബലം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ VFX CGI കയറ്റി നമുക്ക് വേറൊരു ലെവൽ കൊണ്ട്, ഇത് വേറൊരു ലെവലെന്ന് പറയാനില്ല, ബട്ട് ആവറേജ്. അൽത്താഫ് സലീമിന്റെ ക്യാരക്ടർ കൊള്ളാം, അത് പുള്ളിയെ കൊണ്ടേ പറ്റത്തുള്ളൂ. ടോട്ടലി ഒരു ആവറേജ് ഫീൽ, കുഴപ്പമില്ല. ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടന്റ് എടുത്ത് സിനിമയാക്കി വെച്ചേക്കുവാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏലിയനായിട്ട് വരുന്ന അൽത്താഫിൻ്റെ ഒരു കോസ്റ്റ്യൂം ആയാലും അത് നമ്മൾ കണ്ടിട്ട് അത് ഒരിക്കലും ഒരു ഏലിയനായിട്ട് നമുക്ക് കാണുന്ന ഒരു ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അമ്മാതിരി അപരാധം രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഫാന്റസി രീതി കണ്ടിരിക്കാൻ പറ്റും, ഫാന്റസി ഫണ്ണായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. ആ പടിനകത്ത് കൊള്ളാവുന്ന സുബിനാണ്, ടാർസൻ എന്ന് പറയുന്ന ആ ഒരു പുള്ളിയുടെ ആക്ടിങ്ങും പുള്ളിയുടെ കുറെ കൗണ്ടറും കാര്യങ്ങളും കൊള്ളാം. നീരജ് മാധവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഒന്നും കൊള്ളത്തില്ല. പിന്നെ പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി യൂട്യൂബിൽ ഇറക്കുന്ന സെയിം ടൈപ്പിലുള്ള കുറെ റാപ്പ് സോങ് ഇറക്കിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ ഇറക്കിയാണെങ്കിൽ കുറച്ചുകൂടി ഹിറ്റ് ആയതിന്. ഇനിയിപ്പോൾ ആ റാപ്പിന്റെ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്തതിന്റെ പൈസ പ്രൊഡ്യൂസറിന് കിട്ടുമെന്ന് അറിയില്ല. അതിന്റെ വിഷ്വൽ ഇതൊക്കെ ഉണ്ടോ, VFX ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ, അതോ നാട്ടിലെ ഏലിയൻ ആണോ? ഏലിയൻ മാത്രം. ആ ഒരു ഏലിയന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഏലിയന്റെ ലുക്ക് ആണെങ്കിലും ഒന്നും നമുക്ക് ഓഡിയൻസിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ണായിട്ട് ഫാമിലിക്കൊക്കെ കണ്ടിരിക്കാനായിട്ട് ഒരു ഫാന്റസി മൂഡില് തിയേറ്ററിൽ ഒരു ഫാമിലി ചിരിക്കുന്നുണ്ട്. ഇത് ട്രിവാൻഡ്രാനെ കൊണ്ട് ചിലപ്പം സുബിന്റെ ഫാമിലി ആവാൻ ചാൻസ് ഉണ്ട്. അല്ല, നമുക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോമഡി സയൻസ് ഫിക്ഷൻ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്, അതിന് കുറ്റം പറയാൻ പറ്റുന്നില്ല. ബോറടിച്ചില്ല. കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൂ. അതിനെ പലതവണ ഈ പറഞ്ഞ പോലെ ഈ PK അങ്ങനത്തെ കുറേ മൂവീസിന്റെ റെഫറൻസ് അതിൽ പടത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവം ഉണ്ട് പടത്തിൻ്റെ അകത്ത്, അത് ഉറപ്പാണ്. എല്ലാവരും അൽത്താഫിന് ട്രെയിലറൊക്കെ കണ്ടിട്ട് ആ ഏലിയൻ നെഗറ്റീവ് പറഞ്ഞു, അത് വർക്കായോ ഏലിയൻ? അൽത്താഫ് തുടക്കം വന്നപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്തു, ബട്ട് പോകെ പോകെ കുറച്ച് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ നീരജ് മാധവന്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണല്ലോ സ്ക്രീനിൽ വരുന്നത്. കുറവാണ്, ചാൻസ് കുറവാണ്. ബിക്കോസ് അങ്ങനത്തെ ഓഡിയൻസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന മൂവിയാണ്, അതുകൊണ്ട് ചാൻസസ് വളരെ കുറവാണ്. മലയാളത്തിന്റെ പീക്ക് അങ്ങനെയല്ല. പടം ഫസ്റ്റ് ഹാഫ് ഒരു ഷോർട്ട് ഫിലിം ലെവലിലാണ് വന്നത്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കൊള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല, ഒരു നോർമലായിട്ട് എടുത്ത ഒരു ഫീൽ ഗുഡ് സാധനം. ഒരു ഏലിയൻ എലമെന്റ് ആണ് അതിന്റെ, അത് വർക്കായോ? ഇത് എത്രത്തോളം ഇവിടെ വർക്കാവുമെന്ന് എനിക്ക് അറിയില്ല. കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ കൊണ്ട് നിർത്തിയ പ്ലോട്ട് കൊള്ളായിരുന്നു. അപ്പൊ അടുത്ത കോമഡി ആയോ അതോ? ഇല്ല, അത്യാവശ്യം തീരെ അങ്ങനെ അത്ര വെറുപ്പീരല്ല, നല്ല കോമഡി ഒക്കെ ഉണ്ട്. വർക്കായില്ല, ഭയങ്കര ലാഗായിരുന്നു ബ്രോ. എനിക്ക് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് തമിഴില്, വേറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, അതുകൊണ്ട് പുതുമയില്ലാത്ത പോലെ തോന്നി. ഏലിയൻ പരിപാടിയൊക്കെ ഏലിയൻ പരിപാടി തന്നെ ബ്രോ, നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതുകൊണ്ടും എന്തോ വർക്കായില്ല. എനിക്ക് ഫ്രഷ്നെസ് ഇല്ലായിരുന്നല്ലേ? ഇല്ല. അറ്റംപ്റ്റ് എന്ന് പറയാൻ കൊള്ളാം. പുള്ളിയുടെ കഴിഞ്ഞ പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ് ഞാൻ. വർക്കാവും. ഓക്കെ.